വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ സ്കൈ ബ്ലോക്കിൻ്റെ പാർട്ട് 2 എപ്പിസോഡിലേക്കാണ്. നേരത്തെക്കാൾ നോക്കുമ്പോൾ ഇവിടെ നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് തന്നെ നമുക്കിവിടെ കാണാം. ഈ മരം ഇപ്പം വളർന്നതാണ് കേട്ടോ. ഈ കവും ഇപ്പം ഞാനിവിടെ മൈൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സ്പോൺ ആയിക്കൊണ്ടിരുന്നതാണ്. പിന്നെ നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ ട്രീ ഫാമൊക്കെ കാണാം. എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കൊന്നും എഫിഷ്യൻ്റ് ഒന്നും അല്ല. പിന്നെ നമുക്കിവിടെ ഫാമും സംഭവങ്ങളും ഒക്കെ നമുക്കവിടെ പണിയാനുള്ളതാണ്. സോ ഗൈസ്, നമുക്ക് ഈ വേൾഡ് നമുക്കങ്ങ് എൻ്റെ ഡ്രാഗൻ അങ്ങ് തട്ടി നമുക്കങ്ങ് ഈ വേൾഡ് തീർക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഒരു കാര്യം ഓർമ്മിക്കാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് നോട്ടിഫിക്കേഷനിലാവുക. ലൈക്ക് ബട്ടൺ അമർത്തുക. സ്കൈ ബ്ലോക്കൊക്കെ ഇഷ്ടമുള്ള മച്ചാന്മാർക്ക് നമ്മുടെ വീഡിയോസ് അയച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ 2 സാപ്ലിങ്സ് ഗ്രോ ആയിട്ട് വന്നിട്ടുണ്ട്, അഡൽട്ടായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞാൽ ഈ ഒരു ഇത് ശരിക്കും ഒന്നുകൂടി നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഈ സാപ്ലിങ്സ് നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാം. കാരണം ഇവിടെ മേളിൽ നമുക്കൊരു സ്റ്റോൺ സ്ലാബോ എന്തെങ്കിലും വെക്കുവാണെങ്കിൽ ഇതേപോലത്തെ വലിയ മരങ്ങൾ ഉണ്ടാകത്തില്ല. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഒരു ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെറിയൊരു ടെക്സ്ചർ പാക്സും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ നേരത്തെ കളിക്കുന്നതിനേക്കാളും ഇതാണ്. ഇത്രയും സ്റ്റോൺ പിക്കാക്സൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് മൈൻ ചെയ്താണ്. ബട്ട് ഞാൻ കുറച്ച് സ്റ്റോൺ പിക്കാക്സും കുറച്ച് കോബിൾ സ്റ്റോണും ഒക്കെ താഴെ പോയിരുന്നു. അപ്പോൾ ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിയാണ്ട് ഈ ക്രിയേറ്റീവ് വേൾഡ് എടുത്ത് പിന്നെ എങ്ങനെയെങ്കിലൊക്കെ റെസ്ക്യൂ ആവാൻ നോക്കി. പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഡിങ് ഡോങ് ആയി. ഡിങ് ഡോങ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ ഞാൻ ഈ ഗ്രൈൻഡ് ചെയ്ത ടൂൾസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ ഇവിടെ മൈൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴല്ല, ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇതുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുകളിൽ ഞാൻ സ്ലാബ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതിൻ്റെ മുകളിൽ വെച്ചിട്ടില്ല, പക്ഷേ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. കണ്ടോ, സ്ലാബ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ പണി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്ട്. പിന്നെ ഈ ഒരു ട്രീസൊക്കെ നമുക്ക് അങ്ങ് കട്ട് ഡൗൺ ചെയ്യണം. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ വേറെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനി ആഴ്ചയിൽ വീഡിയോസ് ഇടുന്നതായിരിക്കും. സോ ശരി. പിന്നെ ഞാൻ ഇവിടെ വീറ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ബക്കറ്റ് ഞാൻ ഉണ്ടാക്കിയതല്ല, നമുക്കിവിടെ സ്പോണായിട്ട് നമുക്ക് കിട്ടിയതാണ്. ഇപ്പം നമുക്ക് ഇവിടെ ഇത്രയും വലിയ മരം സ്പോണായിട്ടുള്ളൂ. നമുക്കിത് മൊത്തം കട്ടി മാറ്റിയിട്ട് ഇവിടെ ഇനി നമുക്ക് സാപ്ലിങ് വെക്കണ്ട. കണ്ടോ, 3ാമത്തെ മരം സ്പോണായിട്ടുണ്ട്. സോ നമുക്ക് ഈ സ്പോണായ മരംസൊക്കെ ട്രീസൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ട്രീസൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്കും അവിടെ വന്ന് ആ ഒരു വലിയ ട്രീ കട്ട് ചെയ്യുമ്പോഴേക്കും ഇവിടത്തെ ഈ സാപ്ലിങ്സും സ്റ്റിക്സും ഒക്കെ ഏകദേശം ഡ്രോപ്പായിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഇതാണ്. പിന്നെ മിക്കവരും ചോദിക്കുന്നൊരു കാര്യമാണ്, ഈ ലീവ്സിന് എങ്ങനെയാണ് എത്ര പെട്ടെന്നാണ് ഇങ്ങനെ നമുക്ക് ഈ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന ടൂള്. ആ ടൂള് ഒരെണ്ണേ ഉള്ളൂ. അത് നമുക്ക് ഷിയറുണ്ട്. ബട്ട് ഷിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്ലോക്ക് അങ്ങനെയായിട്ട് കിട്ടാനുള്ള ടൂളാണ്. പക്ഷേ ഈ ടൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഫാംസൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യും. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഹോ എന്ന് പറയുന്ന ടൂളാണ്. വരം 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 ഒരു വരം
ഗുളു ഗുളു ഗുളു. പിന്നെ നമ്മൾ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിപ്പൻ ഐറ്റംസൊക്കെ ഉണ്ട്. നമ്മുടെ പുതിയ വീഡിയോ ഇടാനുള്ള കണ്ടൻ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങളൊന്ന് കാത്തിരുന്നാൽ മാത്രം മതി, നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ഡുക്കും ഡുക്കും. അറവ് എവിടെയോ എവിടെയോ എവിടെയോ. നമ്മൾ വെട്ടുമ്പോഴേ ശരിക്കും എല്ലായിടത്തും നോക്കി അങ്ങ് വെട്ടണം. ഇങ്ങനെ സംഭവം വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ശാഖകളൊക്കെ അവിടെ തന്നെ ഇരിക്കും. ഈ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു ഇത് എങ്ങനെയാണ്, നമ്മൾ ഏതെങ്കിലും ഒരു മരം ഫുള്ളായിട്ട് അതിൻ്റെ ബ്രാഞ്ചസ് ഫുള്ളായിട്ട് നമ്മളങ്ങ് വെട്ടണം. വെട്ടിയില്ലെങ്കിൽ അത് ആ ഒരു ലീവ്സും അങ്ങനെ തന്നെ നിൽക്കും. ഇപ്പം എല്ലാ ലീവ്സും ഞാനങ്ങ് കട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒന്നും അങ്ങനെ വേറെ ഒന്നും കാണുന്നില്ല. താഴെ ഇറങ്ങാം. ഒരു പശുവിനെ കിട്ടിയിട്ടുണ്ട്. മുഷ്റൂം കവ് ആണെങ്കിൽ നമുക്ക് മറ്റു സംഭവം ചെയ്യുന്നു. ഇപ്പോൾ മുഷ്റൂം കവ് അല്ലല്ലോ. ഇടും വരും. അതെ, അവിടെ ഒരു എന്തോ 2 ആപ്പിൾ അവിടെ വീണ് കിടപ്പുണ്ട്. ദെൻ ഞാനിവിടെ ഈ ഫെൻസും കാര്യങ്ങളൊക്കെ ഞാൻ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. നട്ടിട്ടുണ്ട്. വരും തരൂ സാപ്ലിങ്. ഗുഡു ഗുഡു ഗുരു 9 സാപ്ലിങ്. ജിങ്കലല ഹുയ് ചുമ്മാ വെറുതെ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഹോ ഉണ്ട്. ഞാൻ വിചാരിച്ചു ഞാൻ എടുക്കാൻ മറന്നു പോയെന്നു. ബട്ട് നമ്മൾ മറന്നു പോയില്ല. ഇവിടെ ഈ ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം. കാരണം ഇത് ക്രോപ്സാണ് നിൽക്കുന്നുണ്ടോ. പെട്ടെന്ന് നമുക്ക് ഈ ടൂറിനേക്കാളും പെട്ടെന്ന് നമുക്ക് ഇത് സംഭവങ്ങളൊക്കെ മാറ്റാൻ കഴിയും. ഞാൻ എന്താ അവിടെ ചെന്നിട്ട് കാണിക്കാം. ഇച്ചിരി ഹൈറ്റ് ആയതുകൊണ്ട് ഉണ്ടതേ പെട്ടെന്ന് നമ്മുടെ അവിടെ ഗുഡു ഗിഡു 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 ഗുഡു ഗിഡു എന്നും പറഞ്ഞ് സാധനം തന്നെ വേണ്ട. ഗുഡു 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 എംപയർ സിനിമ വേണ്ട. സൂപ്പറാ. എൻ്റെ പൊന്നേ എന്നൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ ഉള്ളേ. പിന്നെ നമ്മുടെ വേൾഡിൻ്റെ പുതിയ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ വന്ന മാറ്റം, അയ്യോ ഇപ്പോൾ താഴെ വീണേനെ. ഇവിടെ വന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എങ്ങാണ്ട് ലാമേഴ്സ് എങ്ങാണ്ട് സ്പോണായിരുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ ലാഡറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മേളിൽ മാത്രമാണ് ഞാൻ ലാഡർ വെച്ചിരിക്കുന്നത്. കാരണം മൈൻക്രാഫ്റ്റ് ടിപ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് നമുക്ക് ഈ ഒരു ഈ നമ്മുടെ കൗ ഫാമിലും ഷീപ്പ് ഫാമിലും ഒക്കെ നമ്മളിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒന്നെങ്കിൽ നമുക്ക് ഫെൻസ് വെച്ച് നമുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു വൂളിൻ്റെ ആ ഒരു കാർപ്പറ്റ് വെച്ചാൽ മതി, നമുക്കത് നൈസായിട്ട് അങ്ങ് എസ്കേപ്പ് ആവാം. ബട്ട് ചിലവരൊക്കെ ഈ കുഴിയിലിട്ട് ഫാം ചെയ്യുന്നവരുമുണ്ട്. അവർക്കുള്ള പരിപാടിയാണ് ഈ ലാഡർ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ താഴെയും ലാഡർ വെച്ച് കഴിഞ്ഞാൽ ഈ ഷീപ്സും സംഭവങ്ങളൊക്കെ മുകളിലേക്ക് വരും. പക്ഷെ ഒരു ബ്ലോക്ക് മാത്രമാണ് നമ്മൾ ഈ ലാഡർ വെക്കുന്നെങ്കിൽ നമുക്ക് മാത്രമേ കയറാൻ പറ്റൂ. കാരണം നമ്മൾ 2 ബ്ലോക്ക് ആനിമൽ ഒരാളാണ്. ഓക്കെ ഗൈസ്, വേറെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 5 കോബിൾ സ്റ്റോൺ സ്ലാബിൽ ഒരെണ്ണം വളർന്നിട്ടുണ്ട്. ഇതിൽ 3 ബ്ലോക്ക്
ഇതിപ്പോൾ 2 അല്ലേ. മാക്സിമം സ്ട്രൈക്ക് എന്ന് പറയുന്നത് 3 ബ്ലോക്ക് വരെ വരും. 3 ബ്ലോക്ക് വുഡ് വരും. അപ്പോൾ 2 ബ്ലോക്കും കൂടി മേളിൽ സാധനം സെറ്റ് ചെയ്യണം. 1 2 സ്റ്റോൺ സ്ലാബൊക്കെ സെറ്റ് ചെയ്തിട്ട് വുഡൊക്കെ നമുക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി വുഡൊക്കെ നമുക്ക് എടുക്കാം. സ്കാഫ് ഫോൾഡിങ് നമുക്ക് ഉണ്ടാക്കാം ഗൈസ്. ബട്ട് നമ്മുടെ സ്ട്രിങ് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കാം. ബട്ട് നമ്മുടെ ബാമ്പു നമ്മുടെ കയ്യിലില്ല, മുള ഇല്ല. സോ നമ്മുടെ ടൂള് പൊട്ടി. ഡോണ്ട് വറി, ഞാനിവിടെ ടൂളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മോഫാം പണിയാനായിട്ട് വെച്ചിരിക്കുന്ന കോബിൾ സ്റ്റോൺ ആണ്. നമുക്ക് വെള്ളം വെച്ചും പണിയാം, വെള്ളമില്ലാണ്ടും പണിയാം. നമ്മൾ ഒരു ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും എങ്ങനെയാണ് നമുക്ക് വെള്ളമില്ലാണ്ട് ഈ ഒരു ഇത് ചെയ്യാമെന്ന്. വെള്ളമില്ലാണ്ടേ എങ്ങനെയാണ് മോഫാം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ വീഡിയോ ഇടും, ഉറപ്പായിട്ടും ഇടും കേട്ടോ. ഒരു കണ്ടൻ്റാണ് നമുക്ക്. ഇപ്പോൾ നമ്മുടെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇത്രയും വെച്ചിരിക്കുന്ന കോബിൾ സ്റ്റോൺ സ്ലാബ്സിൽ നമുക്ക് ഈ ഒരു ഫെൻസ് നമുക്കങ്ങ് വെച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സാപ്ലിങ്സ് മാത്രം പോരാ, നമുക്ക് ഇനിയും ഇത് നടാനുള്ള സംഭവം നമുക്ക് വെക്കണം. സ്ലാബ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഉയ്യോ ഏട്ടാ, ഇത് 3 ആയിരുന്നു. അപ്പോൾ നമുക്ക് ടിക്കു 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 പിശും 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 ടിക്കു ടിക്കു പുട്ട വന്നിട്ട് പകലം പൊളിക്കാം. പിശും 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 ടിക്ക 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 ടിക്കലോ ടിക്ക 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 സ്കീ കുക്കര കുക്കട കുക്കര. ഓ 62 വുഡ് കിട്ടിയിട്ടുണ്ട്. സോ ജിങ്കല്ല 62 വുഡ്. നമുക്ക് കുറച്ച് സോള് വേണ്ട, ക്രാഫ്റ്റബിൾ മതി. കുട്ടു 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 പിശും പിശും പിശു പിശും 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 പിശും. ക്രാഫ്റ്റർ ഉണ്ടോ നിങ്ങൾ പൊളിച്ചേനെ. $63 ഫെൻസ് ഉണ്ട്. ഇപ്പോൾ ഇത്രയും കവർ ചെയ്യാനത് മതിയായിരിക്കും. പിന്നെ നമ്മുടെ എക്സ്ട്രാ വരുന്ന സാപ്ലിങ്സൊക്കെ നമുക്ക് കമ്പോസ്റ്റ് ചെയ്ത് ബോൺവീലാക്കുന്ന സെറ്റപ്പും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ആ ഒരു പാത്തില്ലേ, ആ ഒരു പാത്ത് നമുക്ക് 3 വരി ആക്കണം. പിന്നെ അതിൻ്റെ ചുറ്റിന് ഈ പറഞ്ഞ പോലെ ഫെൻസും വെക്കണം. കാരണം നമുക്ക് ഈ സ്പീഡിലൊക്കെ പോകാനേ ഇത് ഉണ്ടെങ്കിൽ പിന്നെ പറ്റത്തില്ല. ഞാൻ വെക്കുന്നുണ്ട്, ഞാൻ ഈ സൈഡിലാക്കുന്നില്ല. ഗുഡു 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 സിംബ സിംബ. കവനെ ലെഡ് ചെയ്ത് വെച്ചേക്കാണ് ഒരു ലാമ നമ്മുടെ വാണ്ടറിങ് ഡ്രൈഡർ മച്ചമ്പി വന്നായിരുന്നു. പിന്നെ ഗുഡു ഗുഡു ഗുഡു. ഈ ഫ്രണ്ട്സ് വെക്കണം ഇച്ചിരി ഇച്ചിരി പാടാണ്. ആരങ്ങട് ഇവിടെ എവിടെ ഞാൻ ആപ്പിൾ പെണ്ണ് കിടക്കുന്നത് ഞാൻ കണ്ടല്ലോ. അമ്പടി ജിഞ്ചിൻ ചാക്കടി. വായങ്ങട് ടെസ്റ്റഡ് പാക്ക് പൊളിയല്ലേ.
ബേബി. നമ്മുടെ കയ്യിൽ കുറച്ച് സ്ലാബുകൾ ആവശ്യമുണ്ട്. ആര്? ഹായ്, ഹലോ, നമസ്തേ, നമസ്കാരം. ഗുഡു 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 ഗുഡു. നമുക്ക് ഈ ഒരു വേ അങ്ങ് പോവാം. ക്രോസ് ചെയ്ത് നമുക്കങ്ങ് പോവാമല്ലോ. ഓക്കെ. രാജു പായ്, രാജു പായ്. നമ്മളെങ്ങാനും അവിടെ മേളിൽ കയറുമ്പോഴേ താഴെ എങ്ങാനും വീഴുമോയെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഫെൻസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. നമ്മൾ അണ്ടർഗ്രൗണ്ട് ബേസൊക്കെ നമുക്ക് പണിയണമെന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരു ക്രിയേറ്റീവ് തുടങ്ങണമെന്നുണ്ട്. ഒരു ക്രിയേറ്റീവ് വേൾഡ് നമുക്ക് തുടങ്ങണമെന്നുണ്ട്. അതിൽ നമുക്ക് പുതിയ ആയിട്ടുള്ള, അതായത് ഏത് വേർഷൻസിലും വർക്ക് ചെയ്യുന്ന കുറച്ച് ഫാംസുകൾ നമ്മൾ പരിചയപ്പെടുത്തും. അങ്ങനെ ഉണ്ടാക്കണമെന്ന് നമ്മൾ നോക്കുന്നത്. അവിടെ ഇപ്പോൾ ഒരു ട്രീ തന്നെ സ്പോൺ ആയിട്ടുണ്ട്. നമുക്ക് പിന്നെ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു വുഡ് നമുക്ക് വെട്ടാൻ മാത്രമല്ല സ്ലാബ്സും നമുക്ക് വെക്കണം. ഗുഡു 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 ഗുഡു. ഒട്ടത്തലയും കുട്ടാപ്പി എടുങ്കടിങ്കാട്. അയ്യോ, പടക്കണം എന്നും പറഞ്ഞ് പല വിചിത്ര ജീവികൾ. 1.22 ഇറങ്ങിയിട്ടുണ്ട്. 1.22 അടിപൊളിയാണെന്നൊക്കെയാണ് പറയണത്. ഓക്കെ. സ്ലാബ്സ് വെച്ചിട്ടുണ്ടോ? ഇവിടെ സ്ലാബ് വെച്ചിരിക്കുന്നത് തെറ്റാണെന്നാണ് തോന്നുന്നത്. യെസ്, തെറ്റാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മേളിൽ കയറിയിട്ട് നമുക്ക് പരിപാടി ചെയ്യാം. വുഡെങ്കിൽ വുഡേ ഉള്ളൂ. ബട്ട് ഗുഡു ഡേഞ്ചർ സോബിഹ. Shall I misclick? Yeah, okay. ഇനി ഓക്കെ, ഇപ്പം സക്സസ്. ഇനി ഈ വുഡും കാര്യങ്ങളൊക്കെ ഇട്ടിടാൻ പോകുന്നു. ഒരു കൊച്ചുമരം വളർന്നിട്ടുണ്ട്. ഇത് വേണം. വുഡ് എനിക്ക് വേണം ഗസ്. അതാഴെ വേണം, കുഴപ്പമില്ല. നെക്സ്റ്റ് നൈറ്റ്. നമുക്ക് വേണമെങ്കിൽ നൈറ്റ് നമുക്ക് മാറ്റാം.
കാരണം നമ്മുടെ ഈ വൂളുണ്ടല്ലോ, അല്ല വൂളല്ല, അവിടെ ഷീപ്പുണ്ടല്ലോ, അവിടെയുള്ള ഷീപ്പിന് നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ അങ്ങോട്ട് കൊണ്ടുവരണം. ഓ നമ്മൾ അങ്ങോട്ട് ഓക്കെ ഓക്കെ ഓർത്തില്ല. കറക്റ്റാണല്ലോ കറക്റ്റാണല്ലോ. ഇതും കറക്റ്റാണ്. പിന്നെ ഇതിന് തന്നെയാണ് കുഴപ്പം. കുഴപ്പമില്ല, ഒന്നല്ലേ. അപ്പം 3 ബ്ലോക്ക് മേളിൽ പോകണം. ഒന്ന് 2 3. നമ്മൾ 3 ബ്ലോക്ക് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലാബ് വെച്ചുള്ളൂ. അതാ നമ്മുടെ ആർമാറൊന്നും ഇല്ല. ആർമാർ ലിസ്റ്റ് ഒരു ഇല്ല. വേറെ ആർമാറെങ്കിലും നമുക്കങ്ങ് ഒപ്പിക്കണം. അതിന് വരെ കുതിരയോ കവോ വല്ല സ്പോണാണ്ട്. ലാമ സ്പോണായാലും മതി. അതിനു മുമ്പ് നമുക്ക് മോഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ സോംബീസിനെ കൊല്ലുമ്പോൾ നമുക്ക് സാധനം നമുക്ക് ഒപ്പിക്കാം. നമ്മുടെ 10 ഓക്ക് ഫെൻസ് ഉണ്ട്. പിന്നെ ഓക്കെ ഗൈസ്, നമുക്ക് വേറൊരു സംഭവം ചെയ്യാം. നമുക്ക് 2 ഗേറ്റ് എടുത്ത് നമുക്ക് ഇങ്ങോട്ട് വെച്ചൂലകലക. ഓക്കെ, 2 ഗേറ്റ് എടുത്തേ നമുക്ക് ഇങ്ങോട്ടങ്ങ് വെക്കാം. ചുക 4 വേണം. 4 ഓക്ക് ഫെൻസ് അങ്ങ് എടുത്തിട്ട് 4 അല്ലല്ലോ 6 വേണം. 6 അവിടെ അങ്ങോട്ടേക്ക് ഫെൻസ് വേണ്ട. ഇങ്ങോട്ടേക്ക് 2 വെച്ചാലും മതി. ടോർച്ചിനിവിടെ പഞ്ഞോണ സെറ്റൊക്കെ തരാവേ. ടോർച്ചിനൊന്നും ഇവിടെ ഒരു പഞ്ഞവും കാണാൻ പാടില്ല. കാരണം ടോർച്ചില്ലെങ്കിൽ കുട്ടു 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 ഫെൻസ് വെച്ചില്ലേ? ഇല്ലല്ലോ. ടോർച്ച് മാറ്റി ഫെൻസ് എടുത്തു. മണ്ടൻ നമ്മുടെ വളർന്ന വീറ്റുകൾ നമുക്കങ്ങ് ഹാർവെസ്റ്റ്. കോഴിയുടെ ഉച്ചയും കേട്ടു. ചിലപ്പോൾ അവിടെ സ്ഥലത്ത് സ്പോണായിട്ടുണ്ടാവും. വീട്ടിന് ടെക്സ്ചറൊക്കെ കണ്ട സൂപ്പർ ടെക്സ്ചറുള്ള अच्छा है अच्छा साइज है, अच्छा टाइट है. എന്നൊക്കെ പറയണ ഈ പശു കാരണം എനിക്കങ്ങ് മാറാൻ പറ്റില്ല. എനിക്ക് പെട്ടി തുറക്കണം. എന്നാ കോഴി ഉറക്കണം ചിലക്കുണ്ടല്ലോ. കോഴി കുഴിയിലെങ്ങനെ വേണം. വന്നേക്കണ ഒരാള്. ഇവനിങ്ങോട്ട് റെസ്ക്യൂ ചെയ്യാൻ ഒരു വഴിയുണ്ട്. ലീഡുണ്ടോ ഇവിടെ? ലീഡുണ്ട്, 2 ഉണ്ട്.
ഒരു ലാൻഡർ എടുത്ത് ഓക്കെ. പോയി കഴിഞ്ഞാൽ അവൻ്റെ ഹാപ്പി. മക്കൾ വാ, നീ ചേട്ടൻ സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോവാം. നിന്നെ ഫ്രൈ അടിക്കാനൊന്നുമല്ല. വാ മക്കളെ, നിൻ്റെ ഒരു സാധനം എനിക്ക് ആവശ്യമുണ്ട്. എന്നത് മുത്ത. നിൻ്റെ മുത്ത എനിക്ക് ആവശ്യമുണ്ട് മക്കളെ. അതുകൊണ്ട് നീ അവിടെ നില്ല. പിന്നെ ഇവിടെ എന്ത് കണ്ടിട്ട് നമുക്ക് എല്ലാ എണ്ണത്തിനും അങ്ങോട്ട് പോയാൽ മതി. ഇതെന്തോന്നത്? ഇതിന് ഭ്രാന്ത് പിടിച്ച നന്ദന്തുന്തരി ഇതെന്തൊക്കെന്തൊക്കുന്തരി ചിങ്കാലാല ഹുയ് ഹുയ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ടേക്ക് റെസ്റ്റ്.